BJPക്ക് കീറാമുട്ടിയാ ബീഹാർ. അത് നമ്മളിപ്പം നോക്കുമ്പോഴും ഇപ്പോഴത്തെ ഇലക്ഷനെ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ തന്നെ. കീറാമുട്ടി ഞാൻ പറഞ്ഞത് നിതീഷ് കുമാറിൻ്റെ കാര്യം വെച്ചാൽ പറഞ്ഞത്. രണ്ട് കാര്യമുണ്ട് BJP കീറാമുട്ടിയാന്ന് പറയുന്നതിൻ്റെ കാര്യം. ഞാൻ മനസ്സിലാക്കുന്നത് BJP ശരിക്കും പറഞ്ഞാൽ നേതാക്കന്മാരില്ലാത്തത്, BJP ആഴത്തിൽ വേരില്ലാത്തതുമായിട്ടുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്. അവർ പണിഞ്ഞ് അതായത് അവർക്ക് അവിടെ നിന്ന് എടുത്തു കാണിക്കാവുന്നതായിട്ടുള്ള ഒരു പ്രോമിനന്റ് ലീഡർ ഇല്ല. മാത്രമല്ല അവർക്ക് എത്തിപ്പെടാൻ പറ്റാതിരുന്ന ഒരു സംസ്ഥാനം കൂടെ. BJPയുടെ ഈ പറയുന്ന മുദ്രാവാക്യങ്ങളും അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളും ഒക്കെ സംരക്ഷിച്ചു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുടെ ഒരു വിവിധ മുഖങ്ങളാണല്ലോ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നിലനിൽപ്പ്. ഇപ്പോഴും അവരൊക്കെ തന്നെ. അപ്പോൾ അവിടെ അവരെങ്ങനെയോ വന്നു, ഈ പറയുന്നത് പോലെ വന്നു കയറിയാൽ ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുന്നവരുള്ള ഒരു പാർട്ടിയാണ് BJP. പിന്നെ അവൻ ആ ടെൻറ്റും കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ വന്നു. കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള നിതീഷ് കുമാറിന് തലവേദനയാകുന്നത് കണ്ട് അതിനകത്ത് വേറെ ഇയാളുണ്ടല്ലോ ചിരാഗ് പാസ്വാൻ, രാംവിലാസ് പാസ്വാൻ്റെ മകൻ, കഴിഞ്ഞ ഇലക്ഷനകത്ത് ആദ്യമേ നമുക്ക് കീറാമുട്ടിയുടെ കാര്യം പറയാം. കാരണം കീറാമുട്ടി എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഭരണത്തെ നിലനിർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി നിതീഷ് കുമാറുടെ പാർട്ടിയാണ്, ഭൂരിപക്ഷം ഇല്ലാത്തത്. അപ്പം ആ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും നിതീഷ് കുമാറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അഴിമതിയൊന്നും കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും ഓട്ടോയുടെ സ്വഭാവം നിതീഷ് കുമാറിൻ്റെ. ഈ ഓട്ടോ പോകുമ്പം നമ്മൾ പുറകിലൊരു വണ്ടി ഒഴിച്ച് പോയാലേ ഇവൻ എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നേ എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് നിതീഷ് കുമാർ BJPയുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ നാളെ കാലത്ത് ചിലപ്പം രാഹുൽ ഗാന്ധിയുടെ കൂടെ ഇരിക്കും. അപ്പോൾ ആ ഒരു സ്വഭാവക്കാരനായിട്ടുള്ള മനുഷ്യൻ ഇപ്പം ഇതാണ് സ്ട്രോങ് എന്ന് കണ്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാം എത്ര വട്ടം ഭരണമാർ ഇതൊന്നും കണ്ട് ഇതിനകത്ത് നിൽക്കുക. നാളെ കാലത്തെ ഇയാളെ വെച്ചിട്ട് BJP ഇലക്ഷനെ ഫേസ് ചെയ്യുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.